നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. ആക്രമണ ഭീഷണിയെ തുടർന്ന് ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിലെത്തിയ ഇറാന്റെ രണ്ടാമത്തെ യുദ്ധക്കപ്പൽ സുരക്ഷിതം. ഐറിസ് ബുഷേർ യുദ്ധക്കപ്പൽ ട്രിങ്കോമാലി തുറമുഖ പ്രദേശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഐറിസ് ദേന യുദ്ധക്കപ്പൽ തകർത്തതിൽ അന്താരാഷ്ട്ര ചട്ടങ്ങൾ അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര ദിസ്നായകെ പ്രതികരിച്ചു. ഭീഷണി നേരിട്ട ഇറാന്റെ രണ്ടാം യുദ്ധക്കപ്പൽ ഐറിസ് ബുഷറിനെ ഏറ്റെടുത്തെന്ന് ശ്രീലങ്കൻ സർക്കാർ. കപ്പൽ ട്രിങ്കോമാലി തുറമുഖത്തേക്കും 208 ജീവനക്കാരെ കൊളംബോയിലേക്കും മാറ്റി. മാനവികതയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാരദിസനായകെ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ അന്തർവാഹിനി തകർത്ത ഐറിസ് ദേനയ്ക്കൊപ്പം ഇന്ത്യയിൽ വിശാഖപട്ടണത്തെ സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത കപ്പലാണ് ഐറിസ് ബുഷർ. ഇതിനിടെ അമേരിക്ക ആക്രമിച്ച ഐറിസ് ദേന കപ്പലിന് ഗാലയ്ക്കു സമീപം പ്രവേശനാനുമതിക്കായി 11 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നതിനെ ശ്രീലങ്കൻ പ്രതിപക്ഷം വിമർശിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ ഐറിസ് ദേനയിലെ ജീവനക്കാരിൽ 87 പേർ കൊല്ലപ്പെട്ടിരുന്നു. കപ്പലിൽ നിന്ന് ഇറാൻ നാവികരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ അമേരിക്കയെയോ ഇറാനെയോ പരാമർശിക്കാതെ രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളൂ. രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യയുടെ INS തരംഗിണി ഇന്ന് രാവിലെയോടെ കൊളംബോയിലെത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുദ്ധത്തിന്റെ 7ാം നാളിലും മധ്യപൂർവേഷ്യയിൽ സമാധാനമകലെ. സൈനിക നടപടിയുടെ അടുത്ത ഘട്ടം തുടങ്ങിയെന്ന ഇസ്രായേലും യുദ്ധം ഇനിയും 8 ആഴ്ച നീളുമെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ കരസേനയെ നേരിടാൻ കാത്തിരിക്കുന്നുവെന്നാണ് ഇറാന്റെ പ്രതികരണം. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ ബങ്കർ തകർത്തു എന്ന് ഇസ്രായേൽ അറിയിച്ചു. യുദ്ധം വിതച്ച വേദനകൾക്കതിരില്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നടപടിക്ക് പിന്നാലെ മധ്യപൂർവേഷ്യയെ ഉലച്ച സംഘർഷങ്ങളിൽ ഇറാനിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് 200ഓളം കുഞ്ഞുങ്ങൾക്ക്. സൈനിക നടപടി നീളുമെന്നാണ് അമേരിക്കയും ഇസ്രയേലും നൽകുന്ന മുന്നറിയിപ്പ്. ഇറാനിലെ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നെന്നും പുതിയ സർപ്രൈസുകളുണ്ടെന്നും ഇസ്രയേൽ പ്രതിരോധ സേന ഭീഷണി മുഴക്കി. നീണ്ട യുദ്ധത്തിന് തയ്യാറെന്നും മാരകായുധങ്ങളെ നേരിടാൻ സജ്ജമാണ് എന്നുമാണ് ഇറാൻ IRGCയുടെ മറുപടി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കനത്ത ആക്രമണമാണ് ഇന്നുണ്ടായത്. ഇറാന്റെ പ്രത്യാക്രമണ ശേഷി 90% കുറഞ്ഞെന്നാണ് പെന്റഗൺ വാദം. അതിനിടെ മിനാബിൽ 165 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത സ്കൂൾ ആക്രമണത്തിന് പിന്നിൽ അമേരിക്ക തന്നെയെന്നാണ് US സേനയുടെ പ്രാഥമിക നിഗമനം. സമീപത്തെ IRGCയുടെ നാവിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിലാണ് സ്കൂൾ തകർന്നതെന്നാണ് അനൌദ്യോഗിക വിവരം. തലസ്ഥാനമായ ബെയ്റൂത്ത് ഉൾപ്പെടെ തെക്കൻ ലെബനോണിലും ഇസ്രയേൽ സേന കനത്ത ആക്രമണം തുടരുകയാണ്. ഗോലാൻ കുന്നുകളിലെ ഇസ്രയേൽ സൈനിക ക്യാമ്പും ഹൈഫയിലെ നാവിക കേന്ദ്രവും ആക്രമിച്ചെന്ന് ഹെസ്ബുള്ള അവകാശപ്പെട്ടു. അതേസമയം ഇറാന് ശേഷം ക്യൂബയാണ് അടുത്ത ലക്ഷ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ബഹ്റൈനിൽ ജനവാസ മേഖലയിലും സൗദിയിൽ പ്രിൻസ് സുൽത്താൻ എയർവേസിനെയും ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടായി. UAE, കുവൈറ്റ് എന്നിവിടങ്ങളിലും ഇറാൻ ആക്രമണം നടത്തി. ആക്രമണങ്ങളെ ചെറുത്തെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കി. ബഹ്റൈനിലെ 2 ഹോട്ടലുകളും ഒരു റെസിഡൻഷ്യൽ കെട്ടിടവും ഇറാൻ ലക്ഷ്യമിട്ടതായാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. പുലർച്ചെയായിരുന്നു ആക്രമണം. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആളുകളോട് ഏറ്റവും അടുത്ത സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. സൗദിയിലും പുലർച്ചെ ഇറാൻ കാര്യമായ ആക്രമണത്തിന് ശ്രമിച്ചു. പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിലേക്ക് ഇറാൻ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകൾ തടുത്തതായി സൗദി അറേബ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യയിലും ആക്രമണമുണ്ടായി. കുവൈറ്റിൽ രാവിലെ തുടർച്ചയായി ആക്രമണമുണ്ടായതായും വിജയകരമായി പ്രതിരോധിച്ചതായും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇന്നലെ രാത്രി അബുദാബിയിലും ആക്രമണമുണ്ടായിരുന്നു. ഇതിനിടെ ഇത്തിഹാദ് എയർവേസ് ഭാഗികമായി അബുദാബിയിൽ നിന്ന് റെഗുലർ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒമാനിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായി. 24 ദുബായ്. എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥിനി ജാസ്ലിയ ജോൺസണിനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ 7ാം ദിവസമാണ് വാഗമണിലെ റിസോർട്ടിൽ നിന്ന് ഡോക്ടർ സിറിയക് പി ജോർജിനെ പോലീസ് പിടികൂടിയത്. ഇടുക്കി വാഗമണിൽ റിസോർട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഡോക്ടർ സിറിയക് പി ജോർജ്. അപകടമുണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. സിറിയക് പി ജോർജിനെ പോലീസ് പിന്നീട് അങ്കമാലി സ്റ്റേഷനിലെത്തിച്ചു. ഡിവൈഎഫ്ഐ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി സ്റ്റേഷനിലേക്കെത്തി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഡോക്ടർ സിറിയക് പി ജോർജിന്റെ അറസ്റ്റ്.
മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പ്രതിക്ക് സംരക്ഷണം ഒരുക്കിയിട്ടില്ല എന്ന് എറണാകുളം റൂറൽ SP KS സുദർശൻ. അല്ല, അങ്ങനെ സ്വാധീനമാണെങ്കിൽ പാരൻസിനടക്കം നമ്മൾ പ്രതിയാക്കുന്ന ഘട്ടത്തിലേക്ക് വരില്ലല്ലോ. അങ്ങനെ യാതൊരു സ്വാധീനമോ മറ്റൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അങ്ങനെ അവരുടെ പാരൻസിന് അങ്ങനെ ഒരു ആക്ഷേപമുള്ള നിലയ്ക്ക് നമ്മളത് പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപടിയെടുക്കുന്നതായിരിക്കും. പ്രതിയെ പിടികൂടിയതിൽ ആശ്വാസമെന്ന് ജാസ്ലിയയുടെ കുടുംബം. എന്തായാലും നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്, മാധ്യമപ്രവർത്തകരോടും എല്ലാവരോടും നന്ദി. മോർണിംഗ് സ്റ്റാറിലെ കുട്ടികളോടും സിസ്റ്റേഴ്സിനോടും പിന്നെ ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വീട്ടുകാരോടും ഒരുപാട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും നന്ദി. ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് അറസ്റ്റിലായ സിറിയക്കിന്റെ പിതാവ് ജോർജ് മാത്യുവിന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അപകടം. മസ്തിഷ്ക മരണം സംഭവിച്ച ജാസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. 24 കൊച്ചി. മത്സരിക്കാനിറങ്ങുന്ന ജില്ലാ സെക്രട്ടറി വി ജോയ്ക്ക് പകരം ജില്ലയിൽ സ്ഥിരം സെക്രട്ടറിയെ നിയമിക്കാത്തതിൽ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബ്രാഞ്ച് സെക്രട്ടറിമാരെ പോലും മാറ്റിയിട്ട് ജില്ലാ സെക്രട്ടറിക്ക് മാത്രം താൽക്കാലിക പകരക്കാരനെ കൊണ്ടുവരരുത്. വ്യക്തികളെ നോക്കി തീരുമാനമെടുക്കുന്ന പാർട്ടിയല്ല CPIM. അങ്ങനെ നടന്നാൽ പാർട്ടിയുടെ അവസാനമാണെന്നും ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി വിമർശിച്ചു. സംസ്ഥാന സമിതി അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. നിലവിലുള്ള ജില്ലാ സെക്രട്ടറി വി ജോയ് വർക്കല സീറ്റിൽ മത്സരിക്കുന്നതിനാൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല A റഹീമിന് നൽകണമെന്ന നിർദ്ദേശത്തിന്മേലാണ് ചർച്ചയിൽ മുതിർന്ന നേതാവ് കരമന ഹരിയാണ് വിമർശനം ഉന്നയിച്ചത്. സെക്രട്ടറി മത്സരിച്ചാൽ അദ്ദേഹത്തിന് പകരം സ്ഥിരം സെക്രട്ടറിയെ നിയമിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബ്രാഞ്ച് മുതൽ ഏരിയ തലം വരെയുള്ള സെക്രട്ടറിമാരെ അപ്പോൾ തന്നെ മാറ്റി. ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ അതുണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു കരമന ഹരിയുടെ ചോദ്യം. വ്യക്തിയെ നോക്കി തീരുമാനമെടുക്കുന്ന പാർട്ടിയല്ല CPIM. അങ്ങനെ തുടങ്ങിയാൽ പാർട്ടിയുടെ അവസാനമാണെന്നും കരമന ഹരി മുന്നറിയിപ്പ് നൽകി. ജില്ലയിലെ സ്ഥാനാർത്ഥികളിൽ മുസ്ലിം പ്രാതിനിധ്യമില്ലാത്തതിനാൽ A റഹീം ജില്ലാ സെക്രട്ടറിയായി വരുന്നത് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ റഹീമിനെ താൽക്കാലിക സെക്രട്ടറിയാക്കിയത് അദ്ദേഹത്തിന് മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് വിശദീകരിച്ചു. മുസ്ലിം പരിഗണനയിലല്ല റഹീമിന് ജില്ലാ സെക്രട്ടറി ചുമതല നൽകിയത്. ജില്ലയിലെ സംസ്ഥാന സമിതി അംഗങ്ങളിൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കാൻ കഴിയുന്ന ആളെന്ന നിലയിലാണ് തീരുമാനമെന്നും സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയിലാണ് A റഹീമിനെ നിയമിച്ചതെങ്കിലും അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി അംഗമാക്കിയിട്ടുണ്ട്. റഹീം സ്ഥിരം സെക്രട്ടറി ആയേക്കുമെന്നതിന്റെ സൂചനയാണിത്. 24 തിരുവനന്തപുരം. 2025 സിവിൽ സർവീസസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. രാജസ്ഥാൻ സ്വദേശി അനൂജ് അഗ്നിഹോത്രിക്കാണ് 1ാം റാങ്ക്. ആദ്യ 100 റാങ്കുകളിൽ 2 മലയാളികൾ ഇടം നേടി. തിരുവനന്തപുരം സ്വദേശി ശ്രീജ VS, കൊല്ലം സ്വദേശി ആദിത്യനാരായണൻ എന്നിവരാണ് ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചത്. 958 പേരാണ് 2025 സിവിൽ സർവീസസ് പരീക്ഷയിൽ യോഗ്യത നേടിയത്. രാജസ്ഥാൻ സ്വദേശി അനൂജ് അഗ്നിഹോത്രി 1ാം റാങ്ക് കരസ്ഥമാക്കിയപ്പോൾ തമിഴ്നാട് സ്വദേശി രാജേശ്വരി സുബെ 2ാം റാങ്കും അഗൻസ്തൽ 3ാം റാങ്കും നേടി. കഴിഞ്ഞ തവണ ആദ്യ 100-ൽ നിരവധി മലയാളികൾ ഇടം പിടിച്ചിരുന്നുവെങ്കിലും ഇത്തവണ 2 പേർ മാത്രമാണ് ആദ്യ 100-ലുള്ളത്. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി ശ്രീജ JS 57ാം റാങ്കും ആദിത്യനാരായണൻ 68ാം റാങ്കും സ്വന്തമാക്കി. ഫോർച്യൂൺ IAS അക്കാദമി പരിശീലനം നടത്തിയ ശ്രീജ ആദ്യ ശ്രമത്തിലാണ് റാങ്ക് കരസ്ഥമാക്കിയത്. ഒത്തിരി സന്തോഷമുണ്ട്, അതിനേക്കാളേറെ ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇതൊരു കൂട്ടായ ശ്രമമായിരുന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട്, പിന്നെ എനിക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണ് ഈ റാങ്ക്. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കേഡർ അനുവദിക്കുന്നതിനുള്ള നടപടികളും ഉടൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കും. 24 ഡൽഹി. 24 ഫോളോ അപ്പ്. തിരുവനന്തപുരം RCCയിലെ സ്റ്റാഫ് നഴ്സ് നിയമന ക്രമക്കേടിന് പിന്നാലെ നടന്ന പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. നേരത്തെ നിയമനം ലഭിച്ച മുൻ റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാരി ശ്രീലക്ഷ്മി S നായർ 22ാം റാങ്കാണ് നേടിയത്. ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിന്റെ സഹോദരിയുടെ മകളാണ് ശ്രീലക്ഷ്മി. 24 ആണ് RCCയിലെ സ്റ്റാഫ് നഴ്സ് നിയമന ക്രമക്കേട് പുറത്തുകൊണ്ടുവന്നത്. കോൺട്രാക്ട് വ്യവസ്ഥയിലെ RCC സ്റ്റാഫ് നഴ്സ് നിയമനം സർക്കാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് പുനഃപരീക്ഷ നടത്തിയത്. സർക്കാർ നിർദ്ദേശപ്രകാരം LBSനായിരുന്നു പരീക്ഷ നടത്തിപ്പ് ചുമതല. മാർച്ച് 1 നടന്ന പരീക്ഷയിൽ 142 പേർ പങ്കെടുത്തു. ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ മുൻ റാങ്ക് പട്ടികയിൽ 1ാമതെത്തി നിയമനം ലഭിച്ചവർ പിന്നിലായി. നേരത്തെ നിയമനം ലഭിച്ച റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാരി ശ്രീലക്ഷ്മി S നായർക്ക് 22ാം റാങ്ക്. സ്റ്റാഫ് നഴ്സ് നിയമന പ്രക്രിയയിൽ ആദ്യാവസാനം വരെ ഇടപെട്ട് സ്വന്തക്കാർക്ക് നിയമനം നൽകാൻ സഹായിച്ച ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിന്റെ സഹോദരിയുടെ മകളാണ് ശ്രീലക്ഷ്മി S നായർ. മുൻ പട്ടികയിൽ ആദ്യ റാങ്കുകളിൽ എത്തിയ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ മറ്റടുപ്പക്കാരും പിന്നിലായി. 18 താൽക്കാലിക സ്റ്റാഫ് നഴ്സ് ഒഴിവുകളാണ് RCCയിൽ. നിയമനം ലഭിക്കുക ആദ്യ 18 റാങ്കുകാർക്ക് എന്നിരിക്കെ മുൻപ് നിയമനം ലഭിച്ച ശ്രീലക്ഷ്മി S നായരടക്കം പുറത്തു പോകേണ്ടി വരും. നിയമന പ്രക്രിയയിൽ ഇടപെട്ട് സ്വന്തക്കാരെ തിരികെ കയറ്റിയതിന്
സസ്പെൻഷൻ നടപടി നേരിടുകയാണ് ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആർ. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിന് കനത്ത തിരിച്ചടി. എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറിന്റെ നിയമനം ഉൾപ്പെടെ റദ്ദാക്കിയ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേഡർ നിയമങ്ങൾ ലംഘിക്കരുതെന്ന് ഉത്തരവിട്ടു. വിധിയിൽ ആശ്വാസമുണ്ടെന്നും കേസിന് പോയതിൽ തന്നെ നിരന്തരം വേട്ടയാടിയെന്നും കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B അശോക് കുമാർ IAS 24നോട് പറഞ്ഞു. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B അശോക് കുമാറിനെ സ്ഥലം മാറ്റിയതുൾപ്പെടെയുള്ള 3 സ്ഥലമാറ്റ ഉത്തരവുകൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കി. IAS ഉദ്യോഗസ്ഥരുടെ തസ്തികകളിൽ കേഡറിതര ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് CAT വ്യക്തമാക്കി. ഉത്തരവോടെ എക്സൈസ് കമ്മീഷണറായ MR അജിത് കുമാറിന് സ്ഥാനം നഷ്ടമായി. 2023 IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് സുപ്രധാന വിധി. കേസിന് പോയതുകൊണ്ട് തന്നെ സർക്കാർ വേട്ടയാടിയെന്നും വിധിയോടെ IAS കേഡറിലെ നിയമവിരുദ്ധമായ നിയമനങ്ങൾ അവസാനിക്കുമെന്നും B അശോക് കുമാർ പറഞ്ഞു. IAS കേഡറിന് ഇയർമാർക്ക് ചെയ്ത പോസ്റ്റുകളിൽ സേവനമനുഷ്ഠിക്കുന്ന യോഗ്യതയില്ലാത്ത വിരമിച്ച ആളുകളെയും അല്ലാത്തവരെയും നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു. അവർക്ക് ഇന്ന് പദവി നഷ്ടപ്പെട്ടു. ഞാൻ കേസ് നടത്താൻ പോയെങ്കിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാൻ തീരുമാനിച്ചു. അതേ ചട്ടം ലംഘിച്ചുകൊണ്ട് ചട്ടം ഞങ്ങൾ ലംഘിക്കും എന്ന് കാണിക്കാൻ വേണ്ടി പെറ്റീഷനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു. അത് 3 സ്വാഭാവികമായിട്ട് റദ്ദ് ചെയ്തു. പീഡിപ്പിക്കാവുന്ന എല്ലാ രീതിയിലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് നിയമപരമായ മാർഗത്തിലൂടെ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ടിയിരുന്ന പല ഹയർ പോസ്റ്റുകളും ഇല്ലാതെയാക്കി, പ്രതികൂല റിപ്പോർട്ടുകൾ എൻ്റർ ചെയ്തു, കള്ള റിപ്പോർട്ടുകൾ എഴുതി അയച്ചു. കിലെ IMG ഡയറക്ടർ സ്ഥാനങ്ങളും IAS കേഡർ തസ്തികകളാണെന്നും CAT വ്യക്തമാക്കി. വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുമോ എന്ന് വ്യക്തമല്ല. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ചന്ദനമരം മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം വഴിമുട്ടി. CCTV ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടും ചന്ദനമരം കടത്തിയത് ആരെന്ന് കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിൽ പോലീസും ആശുപത്രി അധികൃതരും ഉരുണ്ടുകളിക്കുകയാണ്. 2 ആഴ്ച മുൻപാണ് പാറശാല താലൂക്ക് ആശുപത്രി വളപ്പിൽ നിന്ന് ചന്ദനമരം മുറിച്ചു മാറ്റിയത്. ആശുപത്രി അധികൃതർ പോലീസിലും വനംവകുപ്പിലും പരാതി നൽകിയിട്ടും ഫലമില്ല. CCTV ഉൾപ്പെടെ ഉള്ളിടത്തു നിന്നാണ് ചന്ദനമരം മുറിച്ചു കടത്തിയതെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു, ഫോറസ്റ്റിനൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് CCTV എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. പ്രതികൾ ആശുപത്രിക്കുള്ളിൽ നിന്നുള്ളവർ തന്നെ എന്നാണ് ആക്ഷേപം. എന്നാൽ പരാതി ലഭിച്ചെങ്കിലും ഇനിയും ഒരു പരാതി കൂടി ലഭിക്കണമെന്നും അന്വേഷണത്തിൽ വെറുമൊരു ഉണക്കമരമായിരുന്നു എന്നുമാണ് പാറശാല SHOയുടെ വാദം. അത് ഇവിടുത്തെ SI പോയി നോക്കിയെന്നാണ് പറയുന്നത്. അദ്ദേഹം പോയി കാര്യങ്ങൾ നോക്കി അത് ഉണങ്ങിയ ഒരു മരം വേണ്ട ഒടിച്ചു അവര് തന്നെ വെട്ടിമാറ്റാന്ന് പറയുന്നു. പോലീസിലും വനംവകുപ്പിലും പരാതി നൽകിയിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. റെനു ശ്രീധർ, 24 തിരുവനന്തപുരം. കേരള സ്റ്റോറി സിനിമ കേരളം തള്ളിക്കളഞ്ഞതിനെ പ്രശംസിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സിനിമകളെയും മാധ്യമങ്ങളെയും പ്രൊപ്പഗാൻഡകൾക്ക് ചിലർ ഉപയോഗിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇടുക്കി കുട്ടിക്കാനത്ത് വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. 2 ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ രാഹുൽ നാളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം. കൊല്ലത്ത് നടന്ന ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശേഷം കുട്ടിക്കാനം മരിയൻ കോളേജിലേക്ക് വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി 2 മണിക്കൂറോളം സംവദിച്ചു. കേരള സ്റ്റോറി വിവാദത്തിലും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിലും നിലപാട് പറഞ്ഞ് രാഹുൽ ഗാന്ധി. മൂവീസ്, TV, media has been weaponized and it is being used precisely for that purpose, to vilify people, to alienate people, to create division in society so that certain people can benefit and other people are harmed. ഇന്ന് കുട്ടിക്കാനത്ത് താമസിച്ച് നാളെ രാവിലെ കൊല്ലം ശിവഗിരി മഠത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തും. വൈകിട്ട് പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് ഊർജമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ഇടുക്കി. മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പേട്രിയറ്റിന് പ്രദർശന വിലക്ക് ഏർപ്പെടുത്താൻ തിയേറ്റർ ഉടമകൾ. തിയേറ്ററിൽ നിന്നുള്ള ലാഭവിഹിതം കൂട്ടിച്ചോദിച്ചതിനെ തുടർന്നാണ് നീക്കം. ചിത്രവുമായി കരാർ വയ്ക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക്ക് നിർദ്ദേശം നൽകി. നിലവിലുള്ള കരാർ പ്രകാരം സിനിമ റിലീസ് ചെയ്യുന്ന ആദ്യ ആഴ്ചയിൽ 60% നിർമ്മാതാവിനുള്ള ലാഭവിഹിതം. പിന്നീടുള്ള ആഴ്ചകളിൽ 5% വീതം വിഹിതം കുറയും.
എന്നാൽ 60:40 എന്ന ലാഭവിഹിതം ആദ്യ 2 ആഴ്ചകളിൽ ലഭ്യമാക്കണമെന്നാണ് നിർമ്മാതാവിന്റെ ആവശ്യം. അത് നൽകാനാവില്ല എന്ന് തിയേറ്റർ ഉടമകൾ അറിയിച്ചു. ചിത്രവുമായി കരാർ വയ്ക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക് നിർദ്ദേശം നൽകി. നമ്മളിപ്പോ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ആദ്യത്തെ ആഴ്ച 60%, സെക്കൻഡ് വീക്ക് 55%, തേർഡ് വീക്ക് 50%മാണ് പ്രൊഡ്യൂസർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിന് അതിന് ഘടകവിരുദ്ധമായി ആദ്യത്തെ 2 ആഴ്ച 60% ഷെയർ പ്രൊഡ്യൂസർക്ക് കിട്ടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഏപ്രിൽ 23-നാണ് പേട്രിയറ്റ് റിലീസ് ചെയ്യേണ്ടത്. അണിയറ പ്രവർത്തകർ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഫിയോക്കുമായി സിനിമയുടെ നിർമ്മാതാക്കൾ വീണ്ടും ചർച്ച നടത്തിയേക്കും. 24 കൊച്ചി. സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പുകഴ്ത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ ശക്തികൾ വിഷപ്രചാരണം നടത്തുന്ന വേളയിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച് സമസ്തയെ നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഖാസി ഫൗണ്ടേഷൻ വാർഷികാഘോഷ വേദിയിലാണ് മുഖ്യമന്ത്രി മുത്തുക്കോയ തങ്ങളെ പുകഴ്ത്തിയത്. വർഗീയ ശക്തികൾ രാജ്യത്ത് അപരവിദ്വേഷത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും വിഷവിത്തുകൾ പടർത്താൻ സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയായിരുന്നു അത്. നിലപാടുകളിൽ തെളിമയില്ലാത്ത ആർക്കും തിരിച്ചടി നേരിടാവുന്ന കാലം. എന്നാൽ ഇക്കാലത്തും വിട്ടുവീഴ്ചയില്ലാതെ മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമസ്തയെ നയിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. പരിപാടിക്ക് മുൻപ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലായിരുന്നു കൂടിക്കാഴ്ച. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദീപക്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴുള്ള ഈ കൂടിക്കാഴ്ച, അതുപോലെ തന്നെ ഈ പുകഴ്ത്തലുകൾ എങ്ങനെ നോക്കിക്കാണണം ഇതിനെയൊക്കെ? അമൃത, ഇതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ അവരുടെ മർക്കസ് നോളേജ് സിറ്റിയിൽ ചെന്ന് മുഖ്യമന്ത്രി കാണുന്നു. അവർ തമ്മിൽ വളരെ അടുത്ത സൗഹൃദമാണ്. അത് പഴയ സൗഹൃദവുമാണ്. പിണറായിയുമായുള്ള കാന്തപുരത്തിൻ്റെ ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത് അത്രമേൽ ആത്മബന്ധമുള്ളതാണ്. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പോൾ വൈകിട്ട് ഖാസി ഫൗണ്ടേഷൻ്റെ അവാർഡ് ദാനത്തിൻ്റെ അവരുടെ വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു. ജഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സംസ്ഥ അധ്യക്ഷന് പുരസ്കാരം നൽകുന്നു. ആ പുരസ്കാരം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന് വലിയ മാനമുണ്ട്. ആ മാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ പരോക്ഷമായി അദ്ദേഹം വിമർശിക്കുന്ന രീതിയിൽ, അതായത് മതമൈത്രി തകർക്കുന്നവർ മതത്തിനിടയിൽ മതസംഘടനകൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ മതേതര മൂല്യങ്ങൾ ഐക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ, അത് പ്രത്യേകിച്ചും സമസ്തയെ നയിക്കാൻ ജഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും മതേതരത്വത്തിനും അതുപോലെ തന്നെ നാടിൻ്റെ ഐക്യത്തിനും വേണ്ടിയാണ് എന്നും ജഫ്രി മുത്തുക്കോയ തങ്ങൾ നിലനിന്നത്. അത് ഖാസി പരമ്പരയുടെ ഒരു തുടർച്ചയാണ്, ചരിത്രപരമായ തുടർച്ചയാണ് എന്നുകൂടി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിന് വലിയ മാനമുണ്ട്. മാത്രവുമല്ല, ഇത് ഖാസി ഫൗണ്ടേഷൻ്റെ പരിപാടിയിലാണ് പറയുന്നത്. തൊട്ടടുത്ത് ഇ ടി മുഹമ്മദ് ബഷീറും ഡോക്ടർ എം കെ മുനീറും ഇരിക്കുന്നു. ജഫ്രി തങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിൽ ഇടയ്ക്കിടയ്ക്ക് സൗഹൃദങ്ങൾ പങ്കിടുന്ന നിമിഷങ്ങളും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജഫ്രി തങ്ങൾ വളരെ കൃത്യമായ ചില നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എടുത്തിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമിയെ സഹായിക്കുന്ന UDF നിലപാടിനെതിരെ എടുത്തിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി വേണം നമുക്ക് ഈ ഒരു പ്രസംഗത്തെ കാണാൻ. വലിയ രാഷ്ട്രീയ മാനമുള്ള പ്രസംഗമാണ്. ജഫ്രി മുത്തുക്കോയ തങ്ങൾ മതേതരത്വത്തിൻ്റെ കാവലാളാണ് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അമൃത. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. സിൽവർ ലൈൻ DPR പുതുക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്ര റെയിൽവേ ബോർഡ്. ആദ്യ DPRലുള്ള സ്റ്റാൻഡേർഡ് ഗേജിന് പകരം ബ്രോഡ് ഗേജിൽ നിർമ്മിക്കണമെന്നാണ് നിർദ്ദേശം. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘ്ന, എന്താണ് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ? അമൃത, സിൽവർ ലൈൻ DPR പുതുക്കാനാണ് കേന്ദ്ര റെയിൽവേ ബോർഡ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാത ബ്രോഡ് ഗേജിൽ നിർമ്മിക്കണമെന്നാണ് നിർദ്ദേശം. അത് നേരത്തെ തന്നെ കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പാത ബ്രോഡ് ഗേജിൽ നിർമ്മിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സിൽവർ ലൈൻ റെയിലും തള്ളിക്കളഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ പാത DPR പുതുക്കണമെന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര റെയിൽവേ ബോർഡ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഉപേക്ഷിച്ചില്ല എന്നതിന്റെ സൂചന കൂടിയായി ഈ DPR പുതുക്കാനുള്ള നിർദ്ദേശം കാണേണ്ടി വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ റെയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് കൊണ്ടുവരണം DPR. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഗേജ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വേഗത അടക്കം നിയന്ത്രിക്കാൻ കഴിയില്ല, വേഗതയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് സിൽവർ ലൈനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നായിരുന്നു. പക്ഷേ അത് കേന്ദ്ര റെയിൽവേ ബോർഡ് അംഗീകരിക്കുന്നില്ല. ബ്രോഡ് ഗേജിൽ തന്നെ നിർമ്മിക്കണമെന്നുള്ളതാണ് നിർദ്ദേശമായി വരികയും ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ DPR പുതുക്കാനാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വോട്ടുത്സവം.
പാർട്ടിയിൽ നിന്ന് പുറത്തായ PK ശശി ഉന്നയിച്ച ആരോപണങ്ങളിൽ നിയമ നടപടിക്ക് CPIM. പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. അമിത ലാളനയും പിന്തുണയും ലഭിച്ച നേതാവാണ് PK ശശിയെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും പറഞ്ഞു. വിമതർ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച PK ശശി CPIM ജില്ലാ നേതൃത്വത്തിനെതിരെ ഗൗരവ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. PK ശശിക്കെതിരെ CPIM നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വളരെ മോശപ്പെട്ട ആരോപണങ്ങളാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കെതിരായി ശശി ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അമിത ലാളനയും പിന്തുണയും അവസരവും കിട്ടിയ നേതാവാണ് ശശിയെന്നും തെറ്റുതിരുത്തിയാൽ PK ശശിക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും പറഞ്ഞു. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിക്ക് ശശിയുടെ പരാതികൾ ഉണ്ടാവും. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ സമീപിച്ചത്. അതേസമയം ശശിയെയും സതീഷിനെയും അനുകൂലിക്കുന്ന വിമതരുടെ നീക്കത്തിനെതിരെ CPIM വിമതർ രംഗത്തെത്തി. കൊഴിഞ്ഞാമ്പാറയിലെ വിമത നേതാക്കൾ വീണ്ടും CPIMലേക്ക് തിരിച്ചെത്തി. 24 പാലക്കാട്. പുതുയുഗ യാത്ര സമാപിക്കുന്നതോടെ UDFിലെ സീറ്റ് വിഭജനം അന്തിമമാക്കാനുള്ള ചർച്ച പുനരാരംഭിച്ച് കോൺഗ്രസ്. 10 സീറ്റിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസിൽ നിന്ന് ഇടുക്കി, കുട്ടനാട് സീറ്റുകൾ ഏറ്റെടുക്കാനാണ് കോൺഗ്രസിലെ ധാരണ. അതിനിടെ അമ്പലപ്പുഴ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് KPCC വൈസ് പ്രസിഡന്റ് A ഷുക്കൂർ രംഗത്തെത്തി. സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതിനായി UDFിലെ ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേരത്തെ തന്നെ ചർച്ച തുടങ്ങിയിരുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നു മുതൽ വീണ്ടും ചർച്ച പുനരാരംഭിച്ചിരിക്കുന്നത്. വൈകുന്നേരം കേരള കോൺഗ്രസുമായി നടക്കുന്ന ചർച്ചയിൽ ഇടുക്കി, കുട്ടനാട് സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തും. കേരള കോൺഗ്രസിന് 8 സീറ്റ് നൽകാനാണ് കോൺഗ്രസിന്റെ താൽപര്യം. മുസ്ലിം ലീഗുമായി നേരത്തെ തന്നെ സീറ്റെണ്ണത്തിൽ ധാരണയായിട്ടുണ്ട്. സീറ്റുകൾ വെച്ചുമാറുന്നതിലാണ് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത്. തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കും. കോൺഗ്രസ് മത്സരിച്ചിരുന്ന പട്ടാമ്പി സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കും. കോങ്ങാടും ബാലുശ്ശേരിയും തമ്മിലും വെച്ചുമാറും. സീറ്റ് വിഭജനം പൂർത്തിയായാലുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ലീഗിന്റെ തീരുമാനം. തങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളായിരിക്കും മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുക എന്നുള്ളത്. ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നുള്ളത് ഇപ്പോൾ ആർക്കും ഒരു വ്യക്തതയില്ല. അത് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാവും. ജയസാധ്യതക്കാണ് മുൻതൂക്കം. സ്ഥാനാർത്ഥി നിർണയ ചർച്ച ആരംഭിച്ചതോടെ കോൺഗ്രസിൽ ഭിന്നസ്വരങ്ങൾ ഉയർന്നു തുടങ്ങി. അമ്പലപ്പുഴ സീറ്റിനെ ചൊല്ലിയാണ് തർക്കം. അമ്പലപ്പുഴയിൽ M ലിജുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന A ഷുക്കൂറാണ് വിമർശനം ഉന്നയിച്ചത്. എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ഇല്ലാതില്ല. കാരണം ഞാൻ 2011 മത്സരിച്ചതിന് ശേഷം മത്സരിച്ചിട്ടില്ല. നിരന്തരമായി തോൽക്കുന്ന ആളുകളും നിരന്തരമായി മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിൽ ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല. എനിക്ക് ഇത്തവണ സീറ്റ് ലഭിക്കുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ആറന്മുളയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പത്തനംതിട്ട ടൗണിലും പ്രസ് ക്ലബ് പരിസരത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വൈക്കത്ത് ദളിത് ചിന്തകൻ സണ്ണിയം കപ്പിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വൈക്കം തലയോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസാക്കി. തൃക്കരിപ്പൂർ സീറ്റിനെ ചൊല്ലിയും UDFിൽ തർക്കമുണ്ട്. സീറ്റ് ഏറ്റെടുക്കണമെന്ന് DCC നേതൃയോഗങ്ങളിലും ബ്ലോക്ക് കമ്മിറ്റികളിലും പ്രമേയം കൊണ്ടുവന്നു. 24 തിരുവനന്തപുരം. മുൻ മന്ത്രി VS സുനിൽകുമാറിനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാതെ CPI. തൃശൂർ മണ്ഡലത്തിൽ P ബാലചന്ദ്രൻ മാറുകയാണെങ്കിൽ VS പ്രിൻസിനെയാണ് പരിഗണിക്കുന്നത്. പീരുമേട്ടിൽ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ മത്സരിച്ചേക്കും. ശക്തമായ ത്രികോണ മത്സരം വന്നാൽ തൃശൂർ മണ്ഡലത്തിലെ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നത് മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാർ ആയിരുന്നു. എന്നാൽ സുനിൽകുമാറിന്റെ പേര് പരിഗണിക്കാതെയാണ് CPIയുടെ പ്രാഥമിക പട്ടിക. P ബാലചന്ദ്രൻ മാറുകയാണെങ്കിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ VS പ്രിൻസ് തൃശൂരിൽ മത്സരിച്ചേക്കും. ഒരു വനിതാ നേതാവിന്റെ പേരും മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതേസമയം പീരുമേട്ടിൽ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലീംകുമാർ LDF സ്ഥാനാർത്ഥിയാകും. സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി സലീംകുമാറിന്റെ പേര് പ്രഖ്യാപിക്കും. റോയ് K പൗലോസ്, CP മാത്യു, സിറിയക് തോമസ് എന്നിവരെയാണ് UDF പീരുമേട്ടിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. അതേസമയം നെന്മാറ MLA K ബാബുവിന് ടേം വ്യവസ്ഥയിൽ CPIM ഇളവ് നൽകില്ല. CPIM ഏരിയ സെക്രട്ടറി K പ്രേമനായിരിക്കും ഇവിടെ LDF സ്ഥാനാർത്ഥി. ആലത്തൂരിലേക്ക് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശിയുടെ പേരാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ.
പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി സിപിഐഎം. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉൾപ്പെടെ ജി സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചു. പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ല എന്ന് ജി സുധാകരൻ ഉറപ്പു നൽകി എന്നാണ് വിവരം. നാളെ ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനുമായി സംസാരിച്ചേക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് മഞ്ഞുരുക്കം. പാർട്ടി സെക്രട്ടറിക്കും നേതൃത്വത്തിനുമെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഞ്ഞടിച്ച ജി സുധാകരൻ പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ല. മെമ്പർഷിപ്പ് പുതുക്കുന്ന തീരുമാനത്തിൽ തൽക്കാലം പുനരാലോചനയില്ലെന്നും ജി സുധാകരൻ നേതാക്കളെ അറിയിച്ചു. ഈ മാസം 31 വരെ മെമ്പർഷിപ്പ് പുതുക്കാനുള്ള സമയമുണ്ട്. അനുനയ ശ്രമം പാർട്ടി തുടരും. അതേസമയം മെമ്പർഷിപ്പ് പുതുക്കാതെ മുന്നോട്ടു പോകാനുള്ള നീക്കത്തെ CPIM പ്രോത്സാഹിപ്പിക്കുന്നില്ല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിഷയത്തിൽ പ്രതികരിക്കാനും തയ്യാറായില്ല. സർക്കാർ പാർട്ടി പരിപാടികളിൽ അവഗണനയെന്ന പരാതി പരിഹരിക്കാനും ശ്രമമുണ്ട്. നാളെ നടക്കുന്ന പെരുമ്പളം പാലം ഉദ്ഘാടന നോട്ടീസിലും പോസ്റ്ററുകളിലും ജി സുധാകരന്റെ പേരും ഫോട്ടോയും സർക്കാർ ചേർത്തു. കാലിനു പരിക്കേറ്റതിനാൽ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഫോൺ കോളിന് മറുപടി നൽകിയിരുന്നു. ജി സുധാകരൻ രാഷ്ട്രീയ തീരുമാനമെടുത്താൽ കൂടെ കൂട്ടുമെന്ന് കോൺഗ്രസ് നേതാവ് AA ഷുക്കൂർ 24നോട് പറഞ്ഞു. 24 ആലപ്പുഴ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയാകും. G കൃഷ്ണകുമാർ ഉൾപ്പെടെ താൽപര്യം പ്രകടിപ്പിച്ച മണ്ഡലത്തിലാണ് ശ്രീലേഖയ്ക്ക് നറുക്കുവീണത്. നാളെ മുതൽ മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിക്കും. മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ അസ്വസ്ഥയായിരുന്ന R ശ്രീലേഖയ്ക്ക് A ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ അവസരമൊരുക്കുകയാണ് BJP. നാളെ ശ്രീലേഖയ്ക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ മണ്ഡലത്തിൽ ആരംഭിക്കും. ലോക്സഭ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ BJP 1ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. G കൃഷ്ണകുമാർ അടക്കം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് പരസ്യമായി പ്രതികരിച്ചിരുന്നു. നിലവിലെ MLA VK പ്രശാന്ത് തന്നെയാകും LDFന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. UDF സ്ഥാനാർത്ഥിയായി K മുരളീധരൻ എത്താനാണ് സാധ്യത കൂടുതൽ. 24 തിരുവനന്തപുരം. കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണം വീണ്ടും പാളി. സ്റ്റേഡിയത്തിന് മുന്നിലെ ഗേറ്റ് തകർന്നു വീണു. സ്പോൺസർ നവീകരിച്ച മെട്രോയുടെ ഭാഗത്ത് നിന്ന് സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്ന 4 ഗേറ്റുകളിൽ ഒന്നാണ് അടർന്നു വീണത്. സെക്യൂരിറ്റിക്കാരനും വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഗേറ്റ് ഇങ്ങനെ തള്ളണ പോലെ ഞാൻ കണ്ടു. ഞാൻ അത് കണ്ടിട്ടാണ് വണ്ടി ഓടിച്ചു വരുന്നത്. ഇവർ തള്ളലും ജസ്റ്റ് അത് ഞാൻ കണ്ടിട്ടാണ് വന്നത്. ഇങ്ങനെ നീങ്ങലും ഗേറ്റ് വന്ന് വീഴിലൊപ്പം വീണില്ല. എന്നിങ്ങനെ അപ്പം തന്നെ ചവിട്ടി നിർത്തും. സൗണ്ട് കേട്ട് ചവിട്ടി നിർത്തും. എൻ്റെ പുറകിൽ ഞാൻ പാസ് ചെയ്ത് പോകലും ഗേറ്റ് വീഴിലപ്പോവാ. പണിയുടെ മിസ്റ്റേക്കാ അല്ലെങ്കിൽ ഇതിന് പണിത് വരെയൊന്നുമല്ല. പക്ഷെ അത് പണിയുമ്പോഴത്തേക്കും ഇത്തിരി ആത്മാർത്ഥമായിട്ട് പണിയാണ്. ഇത്രയും വെയിറ്റുള്ള സാധനം, ലോഡുള്ള സാധനമാണ്. അപ്പോൾ ഇത്തിരി നല്ല രീതിയിൽ പണിയണമായിരുന്നു. അത്രേ പറയാനുള്ളൂ. ലാൽകൃഷ്ണ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ലാൽ, ഇതിപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു എന്ന് പറയുമ്പോഴും അടിമുടി പ്രശ്നങ്ങളാണല്ലോ. അമൃത, നമ്മുടെ കൊച്ചിയുടെ അഭിമാനമായ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരിച്ച് 4 വഴിക്ക് ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഈ ഭാഗത്തു നിന്നൊരു ഗേറ്റാണ്, ഇതുപോലത്തെ ഒരു പടുകൂറ്റൻ ഗേറ്റ്. ആ ഗേറ്റാണ് ഇവിടെ വളർന്ന് നിൽക്കുന്നത്. താഴെ ഒരു ബെയറിംഗ് ഉണ്ട്, മുകളിലൊരു ബെയറിംഗ് ഉണ്ട്. വേറെ ആരുമായിട്ടും ബന്ധമൊന്നുമില്ല ഗേറ്റിനകത്ത്. ഗേറ്റ് അങ്ങനെ 2 സെക്യൂരിറ്റി തൊട്ടാറണങ്ങുന്ന രീതിയിലുള്ള ഗേറ്റ് ഒന്നുമില്ല. സാധാരണ രീതിയിൽ ഇവിടെ ഗേറ്റ് അടയ്ക്കാറൊന്നുമില്ല. പക്ഷേ ഇന്ന് സെക്യൂരിറ്റികൾ എന്തോ തള്ളി തുടങ്ങി. നേരത്തെ സ്പോൺസർ കുറേ തള്ളിയതാണ്. അതിൻ്റെ ബാക്കിയായിട്ട് എന്തായാലും സെക്യൂരിറ്റികളൊന്ന് ഗേറ്റിലിട്ട് തള്ളി. ആ ഗേറ്റ് അങ്ങനെ തന്നെ പുറത്തൊക്കെ പറഞ്ഞ് വീണു. അപ്പോൾ എന്തായാലും സ്പോൺസർ തള്ളിയതെല്ലാം തള്ളായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. GCDയോട് ഈ ഗേറ്റ് മറിഞ്ഞു വീണതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവം ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു അപകടം ഇവിടെ നിന്ന് ഒഴിവായിട്ടുണ്ടെന്ന് പറയുന്നത്. തൽക്കാലം ചന്ദ്രൻ ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിച്ചു വന്നപ്പം ചന്ദ്രൻ ചേട്ടൻ ഓട്ടോക്കാരുമാണ് അപകടത്തിൽ നിന്ന് ഒഴിവായത്. പക്ഷേ നാളെ കളി നടക്കേണ്ട ഒരു സ്റ്റേഡിയമാണിത്. കളി നടക്കുന്ന സമയത്ത് ഇതിലൂടെ ആളുകൾ പോകുന്ന സമയത്താണ് ഈ ഒരു ഗേറ്റ് മറിഞ്ഞു വീണെങ്കിൽ ഈ അപകടത്തിന്റെ തോതോ ഈ വാർത്തയുടെ സ്വഭാവമോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇത് അതിലും വലിയൊരു വാർത്തയാവും, വലിയൊരു അപകടമാകും എന്നുള്ളതാണ്. സ്റ്റേഡിയം നവീകരിച്ചതിന്റെ ഗുണം ഏറ്റവും ആദ്യത്തെ ISL കണ്ടപ്പോൾ അതിന്റെ തലേ ദിവസം നമ്മൾ ആ മഴയത്ത് കണ്ടാണ്. കാരണം സ്റ്റേഡിയത്തിന്റെ അകം മുഴുവൻ ചോർന്ന് ഒലിച്ച് അകത്തെ കസേരയിലേക്ക് മുഴുവൻ വെള്ളം വീഴുന്നു. കസേര പെയിന്റ് അടിച്ചല്ലാണ്ട് വേറെ നവീകരണമൊന്നും അതിൻ്റെ അകത്ത് കണ്ടില്ല. വലിയ ഉറപ്പൊന്നുമില്ല, വലിയ ധൈര്യമില്ല അതിൻ്റെ അകത്ത് പിടിക്കാൻ. കാരണം ഇനി അത് പിടിക്കുമ്പോൾ അത് മറിഞ്ഞ് വീഴുമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ച് മാറിയേക്കാം. എന്തായാലും വലിയൊരു അപകടം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത തൽക്കാലം ഒന്ന് പോയിട്ടുണ്ട്. ഈ ഗേറ്റ് ഇവിടെ നിർത്ത് മാറ്റാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഭാരം തന്നെയാണ്. സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, അതിൻ്റെ പരിസരവും. ആ ഒരു സ്ഥലത്താണ് 5:20 കൂടി
5:20 കറക്റ്റ് സമയം പറയുന്നത്. ആ സമയത്താണ് ആ ഓട്ടോക്കാരൻ ഇതിൽ പാസ് ചെയ്ത് പോയതും അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തേക്ക്, ഓട്ടോയിൽ മുട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, പിൻഭാഗത്തേക്ക് ഈ ഗേറ്റ് മറിഞ്ഞു വീണതും. അതുകൊണ്ട് തന്നെയാണ് സമയം കൃത്യമായി പറയുന്നത്. അത്തരമൊരു അപകടം തലനാരിഴയ്ക്ക് അദ്ദേഹത്തിന് രക്ഷപ്പെട്ട് കിട്ടിയത്. എന്താണെങ്കിലും ഇപ്പോഴും സുരക്ഷിതമല്ല, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സ്റ്റേഡിയം നവീകരിച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും അല്ലെങ്കിൽ ക്രമക്കേടുകളും എല്ലാം പുറത്തു വന്നതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി തന്നെ ഈ സ്റ്റേഡിയത്തിന് മുമ്പിലുണ്ടായിരുന്ന ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ്. ഇതുവരെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് അടച്ചാരും കണ്ടിട്ടില്ല. എന്തായാലും അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അടർന്നു വീണു എന്നുള്ളതാണ്. വിശ്വസിക്കാൻ കഴിയാത്തതാണെങ്കിലും നമ്മളെല്ലാം ഇത്തരം ചില നുണകളൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ആ ഗേറ്റ് അങ്ങ് അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അങ്ങ് വീണുപോയി. പാവം. ആ വീണുപോയ ഗേറ്റിന് ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയൊരു അപകടം ഒഴിവായെങ്കിൽ പോലും ഇപ്പോഴും 3 ഗേറ്റ് ഇനിയും ബാക്കിയുണ്ട്. മുകളിലൊരു റൂഫൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്റ്റേഡിയത്തിനകത്ത അവസ്ഥയും നമ്മൾ കണ്ടതാണ്. അതെ, അത് തന്നെയാണ് ഈ കഴിഞ്ഞ മത്സരത്തിന് മുമ്പുള്ള അവിടുത്തെ സാഹചര്യം, ആ മഴയത്തുള്ള സാഹചര്യം നമ്മൾ കണ്ടു. ലാൽ, ഇപ്പോഴിതാ ഈ ഗേറ്റ് ഇങ്ങനെ വീണിരിക്കുന്നു. ഇതിൽ വന്നിട്ടുണ്ടോ ഇതിനോടകം ലാൽ? ഗേറ്റ് വീണു എന്ന കാര്യം നമ്മൾ അറിഞ്ഞ് ആദ്യം വിളിച്ചത് GCDA ആണ്. കാരണം സ്റ്റേഡിയം അവരുടെ അതോറിറ്റിയിലുള്ളതാണ്. സ്റ്റേഡിയത്തിന്റെ പരിസര പ്രദേശങ്ങളും അവരുടെ തന്നെയാണ്. അപ്പം GCDAക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടിയാണ് GCDAനെ വിളിച്ചത്. അപ്പോൾ അവർ ഈ ഗേറ്റ് വീണ വിഷയം പോലും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഇത്ര സംഭവങ്ങളൊന്നായിട്ടൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് GCDAയുടെ അധികൃതർ നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു അവരോട് ഒരു ഗേറ്റ് വീണതായിട്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ടില്ല. എന്താണെങ്കിലും അത് അവരുടെ ഉത്തരവാദിത്തം, അവരുടെ കാര്യം. പക്ഷേ ഒരുപാട് പേരുടെ ജീവന്, സ്വത്തിന്, അവരുടെ ആരോഗ്യത്തിന് ഒക്കെ ഒരു വിലയും കൊടുക്കാതെ, അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ പരിഗണിക്കണം എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ തന്നെ ആദ്യം പറഞ്ഞത്. ഈ ചന്ദ്രൻ ചേട്ടൻ തന്നെ പറഞ്ഞ പോലെ ഒരു മര്യാദയ്ക്ക് വേണം ഈ പണിയുന്ന കാര്യത്തിൻ്റെ അകത്ത്. അല്ലാതെ തട്ടിക്കൂട്ട് സാധനം പണിഞ്ഞ് ആളുകളെ കൊല്ലാൻ നോക്കുന്നതല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നുമില്ല എന്നാൽ പോലും വലിയ രീതിയിലുള്ള ഒരു അപകടം ഇവിടെ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അമർവാണ്. ലാൽകൃഷ്ണയാണ് കലൂരിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്നുള്ള ഡോക്ടർ CV ആനന്ദബോസിന്റെ രാജിക്ക് പിന്നിൽ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അതൃപ്തിയെന്ന് സൂചന. മമതാ ബാനർജി സർക്കാരിന്റെ നയങ്ങളെ ഗവർണർ അനുകൂലിച്ചു എന്നാണ് പരാതി. ഉപരാഷ്ട്രപതി സ്ഥാനമൊഴിഞ്ഞ ജഗ്ദീപ് ധൻഖഡിന്റെ അവസ്ഥ ആനന്ദബോസിനും വന്നുവെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ഗവർണർ സ്ഥാനത്ത് നിന്നുള്ള CV ആനന്ദബോസിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നിൽ ബംഗാൾ BJPയുമായുള്ള പ്രശ്നങ്ങളെന്നാണ് റിപ്പോർട്ട്. പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ മറ്റ് ഗവർണർമാർക്ക് ഭിന്നമായി ബംഗാൾ സർക്കാരിനോട് ആനന്ദബോസ് അനുഭാവ നിലപാട് സ്വീകരിച്ചുവെന്നാണ് BJP ആക്ഷേപം. മമതയ്ക്കെതിരായ BJP നീക്കങ്ങളെ ഇത് ബാധിച്ചുവെന്നാണ് ബംഗാൾ BJPയുടെ പരാതി. പിന്നാലെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി കേന്ദ്ര സർക്കാർ രാജി ആവശ്യപ്പെട്ടുവെന്നാണ് സൂചന. അതേസമയം രാജിയിൽ പ്രതികരിക്കാൻ ആനന്ദബോസ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ ജഗ്ദീപ് ധൻഖറിനെ പുറത്താക്കിയതിന് പിന്നാലെ പിൻഗാമിയായ CV ആനന്ദബോസിനും സമാന അനുഭവം ഉണ്ടായെന്നാണ് കോൺഗ്രസ് വിമർശനം. 24 ഡൽഹി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത നിർമ്മാണത്തിൽ നിർണായക ചുവടുവയ്പ്. തുരങ്കപാതയിലെ പാറ തുരക്കൽ പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കിഫ്ബി വഴി 2134.5 കോടി രൂപ ഉപയോഗിച്ചുള്ള പദ്ധതി 4 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്വിൻ ട്യൂബ് ടണലാണ് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്നത്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അനാവശ്യ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള ബ്ലാസ്റ്റിംഗ് എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സ്വപ്നത്തിൽ പോലും പലരും കാണാതിരുന്നൊരു പദ്ധതിയാണ്. ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വയനാട്ടിൽ എത്തിപ്പെടുമെന്നുള്ള അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇതിൻ്റെ പ്രതിഫലനം വളരെ പോസിറ്റീവ് ബ്ലാസ്റ്റിംഗ് കൂടിയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും. ഓസ്ട്രേലിയൻ സാങ്കേതികവിദ്യയുടെ പിൻബലത്തിൽ കട്ട് ആൻഡ് കവർ രീതിയിലാണ് തുരങ്കം നിർമ്മിക്കുക. കൃത്യമായ അളവിലും ആഴത്തിലും പാറ തുറക്കുന്നതിനായി ആധുനിക റോക്ക് ഡ്രിൽ ബൂമറുകൾ ഉപയോഗിച്ചാകും പ്രവൃത്തികൾ പൂർത്തീകരിക്കുക. രാജ്യത്തെ മുൻനിര ഏജൻസിയായ കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയിൽ വലിയ മുന്നേറ്റമാകും ഉണ്ടാകുക. ആനക്കാംപൊയിൽ നിന്നും ടീം 24.
വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫ്ലവേഴ്സും 24ഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന KP നമ്പൂതിരീസ് പിങ്ക് മിഡ്നൈറ്റ് റൺ നാളെ കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ രാത്രി 9 മണിക്കാണ് പിങ്ക് മിഡ്നൈറ്റ് റൺ നടക്കുക. KP നമ്പൂതിരീസും ജോയ് ആലുക്കാസും കേരള ടൂറിസവുമാണ് പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന്റെ മുഖ്യ സ്പോൺസർമാർ. പ്രതീക്ഷകളുടെ ചുവടുകളുമായി വനിതാ മുന്നേറ്റത്തിന് കരുത്തു പകരാൻ വീണ്ടും വേദിയൊരുക്കുകയാണ് ഫ്ലവേഴ്സും 24ഉം. ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ 3 പതിപ്പുകൾക്ക് ശേഷം KP നമ്പൂതിരീസ് പിങ്ക് മിഡ്നൈറ്റ് റൺ 4ാം എഡിഷൻ നാളെ നടക്കും. കൂടുതൽ ആവേശം, കൂടുതൽ ആഘോഷം. KP നമ്പൂതിരീസും ജോയ് ആലുക്കാസും കേരള ടൂറിസവുമാണ് പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന്റെ മുഖ്യ സ്പോൺസർമാർ. പിങ്ക് മിഡ്നൈറ്റ് റൺ എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷവും ഞങ്ങൾക്ക് വളരെ നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇതെല്ലാവർക്കും കാണാവുന്നതും എല്ലാവർക്കും ആസ്വദിക്കാവുന്നതുമായിട്ടുള്ളൊരു വലിയ പ്രോഗ്രാമായിട്ടാണ് ഈ 4 വർഷത്തെ ഈ പ്രോഗ്രാമിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. 2 വിഭാഗങ്ങളിലായാണ് പിങ്ക് മിഡ്നൈറ്റ് റൺ മത്സരം. ആദ്യ വിഭാഗത്തിൽ 15നും 30നും ഇടയിലുള്ളവരും 2ാം വിഭാഗത്തിൽ 30ന് മുകളിലുള്ളവരും മത്സരിക്കും. വിജയികളെ കാത്തിരിക്കുന്നത് ക്യാഷ് പ്രൈസ് അടക്കമുള്ള സമ്മാനങ്ങളാണ്. കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നാളെ രാത്രി 8 മണിക്ക് പരിപാടികൾക്ക് തുടക്കമാകും. കൃത്യം 9 മണിക്ക് പിങ്ക് മിഡ്നൈറ്റ് റൺ ആരംഭിക്കും. കലാ, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കൊപ്പം 24ലെ അവതാരകരും ഫ്ലവേഴ്സ് ഫാമിലിയിലെ താരങ്ങളും വർണ്ണാഭമായ ഈ ചടങ്ങിൽ പങ്കെടുക്കും. സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന വേദിയായ KP നമ്പൂതിരീസ് പിങ്ക് മിഡ്നൈറ്റ് റണ്ണിലേക്ക് എല്ലാ വനിതകൾക്കും സ്വാഗതം. ന്യൂസ് ഡെസ്ക് 24. ഇന്നലെ അസമിൽ തകർന്ന സുഖോയ് വിമാനത്തിലെ 2 പൈലറ്റുമാർ വീരമൃത്യു വരിച്ചെന്ന് വ്യോമസേന. അപകടസ്ഥലം വ്യോമസേന അധികൃതർ സന്ദർശിച്ചു. അസമിലെ ജോർഹട്ടിൽ ഇന്നലെ രാത്രിയാണ് വിമാനം തകർന്നു വീണത്. അസമിലെ ജോർഹട്ടിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 MKI യുദ്ധവിമാനം ഇന്നലെ തകർന്നു വീണത്. പതിവ് പരിശീലന പറക്കലിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ 2 പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടമായി. സ്ക്വാഡ്രൺ ലീഡർ അനൂജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂർവേഷ് ദുരക്കർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഇരുവരുടെയും വിയോഗത്തിൽ വ്യോമസേന അനുശോചനം രേഖപ്പെടുത്തി. ഇന്നലെ രാത്രി 7:42 വിമാനം റഡാറിൽ നിന്ന് അപ്രതീക്ഷിതമായത്. പിന്നാലെ നടത്തിയ തിരച്ചിലിലാണ് വിമാനം തകർന്നതായി സ്ഥിരീകരിച്ചത്. മേഖലയിൽ നടത്തിയ തിരച്ചിലിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. 24 ഡൽഹി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖയ്ക്കെതിരായ പോക്സോ കേസിന് ഇടക്കാല സ്റ്റേ നൽകാതെ ഹൈക്കോടതി. തനിക്കെതിരായ പോക്സോ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആർ ശ്രീലേഖ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ലൈംഗിക പീഡന കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിനാണ് പോക്സോ കേസെടുത്തത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെ? അമൃത, യൂട്യൂബിലൂടെ, സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഈ ലൈംഗിക അതിക്രമം നേരിട്ട അതിജീവിതകളുടെ പേര് വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് കോടതി നിർദ്ദേശപ്രകാരം ഈ മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ കേസെടുത്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്രീലേഖ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളൊക്കെ വന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേസിന്റെ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ DGP ഹൈക്കോടതിയിലെത്തിയത്. പക്ഷേ നിലവിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്ക് സ്റ്റേ ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഹർജി സർക്കാരിന്റെ വിശദീകരണം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്ന നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതിക്കുള്ളത്. അമൃത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചു UAE-ക്ക് നേരെ ഇന്ന് 121 ആക്രമണ ശ്രമങ്ങൾ നടന്നു. 9 ബലിസ്റ്റിക് മിസൈലുകളും 112 ഡ്രോണുകളും രാജ്യത്തെ ലക്ഷ്യമിട്ടു. 9 മിസൈലുകളെയും 180 ഡ്രോണുകളെയും പ്രതിരോധ സേന തകർത്തു. കുവൈത്തിൽ സൈറൺ മുഴങ്ങി. ആക്രമണം ചെറുക്കുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനായി ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, കഴിഞ്ഞ 2 ദിവസം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ചെറിയൊരു ശമനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അത് ആരംഭിക്കുകയാണോ? അമൃത, വീണ്ടും ഈ ആക്രമണം രൂക്ഷമാകുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലും ലഭിക്കുന്നത്. കാരണം ഇപ്പോൾ ആശങ്കയുള്ളത് കുവൈറ്റിലാണ്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിന്റെ പല മേഖലകളിലും റുമൈത്തിയ, മഹാബല്ല ഈ സ്ഥലങ്ങളിലൊക്കെയും സൈറൺ മുഴങ്ങുന്നുണ്ട്. നിർത്താതെ കഴിഞ്ഞ കുറെ സമയമായി സൈറൺ മുഴങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഉഗ്ര ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. അത് സ്ഫോടന ശബ്ദങ്ങൾ ആകാശത്ത് നിന്ന് കേൾക്കുന്നു. സ്വാഭാവികമായിട്ടും അത്
ഈ പറയുന്ന ഈ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ ഈ കുവൈറ്റിന്റെ ആഭ്യന്തര മന്ത്രാലയം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറെ നേരമായി ആക്രമണമുണ്ടെന്നും അത് ചെറുത്തുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള വിവരം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഒപ്പം തന്നെ സൈന്യത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അങ്ങനെ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കയുടെ സമയമാണ് കടന്നു പോകുന്നത്. ഇന്ന് രാവിലെയും ഇത്തരത്തിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വൈകിട്ട് ഈ സമയം ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നുവെങ്കിൽ അതിപ്പോൾ കുവൈറ്റിൽ മാത്രമാണ്. കുവൈറ്റിന്റെ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് UAE സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 9 ബാലിസ്റ്റിക് മിസൈലുകളും 109 ഡ്രോണുകളും ഇന്ന് തടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് UAE അറിയിക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിലേക്ക് കൂടിയുള്ള കണക്കുകൾ പുറത്തു വരികയാണ്. ഒപ്പം എന്തായാലും ഈ രാത്രിയും ഗൾഫ് മേഖലകളൊക്കെയും ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത് നേരിടാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്നും അത് ഫലപ്രദമായി ചെറുക്കുമെന്നുമാണ് ഓരോ രാഷ്ട്രവും വ്യക്തമാക്കുന്നത്. അമൃത. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. SIയെ സ്ഥലം മാറ്റി. കൊല്ലം കുളത്തൂപ്പുഴ സ്റ്റേഷനിലെ ഗ്രേഡ് SI ശ്രീലാലിനെയാണ് ശാസ്താംകോട്ട സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത്. ASPയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ മാറ്റം ആലോചിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കുട്ടികൾ മുതലുള്ളവർ നിറം മാറ്റം ആവശ്യപ്പെടുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി 24നോട് പറഞ്ഞു. ബസിന്റെ പിറകിൽ പിന്നാലെ വരുന്ന വാഹന ഡ്രൈവർമാരുടെ ശ്രദ്ധ മാറുന്ന നിറമോ ചിത്രമോ അനുവദിക്കാനാകില്ല എന്നും മന്ത്രി. 24 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ടൂറിസ്റ്റ് ബസ്സുകളുടെ വെള്ള നിറം മാറ്റി പഴയ തരത്തിൽ ബഹുവർണ്ണമാക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിച്ചത്. ഞാൻ കളർഫുള്ളായിട്ടുള്ള കാര്യമാണ് ഷർട്ട് കണ്ടില്ലേ. കളർഫുള്ളായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നാട്ടിൽ ഈ ഉല്ലാസയാത്ര പോകാനാണ് വണ്ടി. ഈ നമ്മളൊരു എല്ലാവരും ഒരു മരണ വീട്ടിലേക്ക് പോകുമല്ലോ. ഉല്ലാസയാത്രകൾക്കാണ് ഈ വണ്ടി പിടിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ എന്നെ കാണുമ്പോഴെല്ലാം പറയും, സ്കൂൾ കുട്ടികളെ കാണുമ്പം അങ്കിളെ ബസ്സിന് നല്ല കളർ അടിക്കുക അങ്കിളെ. അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷേ കളർ മാറ്റുമ്പോഴും ഒരു കാര്യമുള്ളൂ, ഡിസ്ട്രാക്ട് ചെയ്യുക. ഇപ്പം പടങ്ങളൊക്കെ വയ്ക്കുക, അങ്ങനെ വയ്ക്കരുത്. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്ക് അടുത്തുണ്ടായ വാഹനാപകടത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം നിർബന്ധമാക്കിയത്. ഇതിൽ മാറ്റം വരുത്താൻ മന്ത്രിയായപ്പോൾ തന്നെ ആലോചിച്ചിരുന്നതാണെന്നും വിവാദമാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് മാറ്റിവെച്ചതാണെന്നും മന്ത്രി 24നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ പാർട്ടിയിലുള്ള ഒരാൾ ചുമ്മാ ചോദിച്ചു, ഇത് മാറ്റും എന്ന് പറഞ്ഞു. ഇത് പുള്ളി ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ട് മന്ത്രി പറഞ്ഞു കളർ മാറ്റും. അപ്പോഴത്തേക്ക് പിന്നെ ഒരു ആരോപണമായിട്ട് ചാനലുകൾ വന്നു. അങ്ങനെ ഞാനതിൽ നിന്ന് പിന്മാറിയത്, അല്ലെങ്കിൽ അന്നേ മാറ്റിയത്. കേരളത്തിൽ മാത്രമാണ് കോൺട്രാക്ട് കാരേജ് പെർമിറ്റുകളുള്ള ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറം നിർബന്ധമാക്കിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.